ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ പേരിലും അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലും അള്ളാഹുവിനെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ രക്ഷകർത്താവായി വിശ്വസിച്ചുകൊണ്ടും ഹൃദയം കൊണ്ട് അംഗീകരിച്ചുകൊണ്ടും നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായ വഴികാട്ടിയായി കരുതി വിശ്വസിച്ചുകൊണ്ടും ഈ മജ്‌ലിസിൽ വന്നുകൂടിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളുടെ ആ അടിസ്ഥാനങ്ങളിൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉറപ്പ് ലഭ്യമാകുകയും എന്തെല്ലാം ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതെല്ലാം സഹിച്ചും കൊണ്ട് മരിക്കുന്നതുവരെ ആ വഴിയിൽ തന്നെ ഉറച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയും നിൽക്കും എന്നുള്ള ദൃഢമായ നിശ്ചയത്തോടുകൂടിയും അതിനുവേണ്ടി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ സഹോദരന്മാരാണ് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വരവിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഈമാനിൽ അടിയുറച്ച് ജീവിച്ച് ഇസ്ലാമിൽ ഉറച്ചു നിന്ന് അതിന് വിപരീതമല്ലാത്ത രൂപത്തിൽ തന്നെ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് മോമിനായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ആഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ അതിന് അല്ലാഹു തആല ഒരു ഷർത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു നിബന്ധന. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബ്ലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ വാക്ക് വളരെ ഉറപ്പാണ്. അല്ലാഹു പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ, നമ്മളിൽ, നമ്മളുടെ വഴിയിൽ നമ്മളുടെ തൃപ്തിയെ നേടിയെടുത്തും കൊണ്ട് നമ്മളുടെ സഹായവും അനുകൂലവും കിട്ടി വിജയിക്കുന്നതിന് കാരണമായി തീരുന്ന നമ്മളുടെ വഴി നാം നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി കാണിച്ചു തന്നിട്ടുള്ള വഴിയിൽ ഉറച്ചിരിക്കണം. അതിൽ വരുന്ന ഏത് ത്യാഗങ്ങളും സഹിക്കണം. എങ്ങോട്ട് കാറ്റടിച്ചാലും അങ്ങോട്ട് ചാഞ്ഞു പോകുന്നവരാകരുത്. നമ്മൾ അള്ളാഹുവിലും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അടിയുറച്ച് ജീവിക്കണം. അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ക്ഷമിക്കണം, സഹിക്കണം. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുമെന്ന് വാദ ചെയ്യുന്നു. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മളുടെ വഴിയിൽ പാടുപെട്ട് പരിശ്രമിച്ചവർക്ക് ലനഹദിയന്നഹും, നാം വഴി കാണിച്ചു കൊടുക്കും. നമ്മളുടെ വഴി നമ്മൾ കാണിച്ചു കൊടുക്കും. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഹിദായത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഴി പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, ആ വഴിയിൽ നടത്തിക്കൊണ്ടുപോയി ലക്ഷ്യത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ഹിദായത്തിന് രണ്ട് അർത്ഥമാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്. ഒന്ന് ഇറാഅത്തു തരീഖ്, മറ്റൊന്ന് ഈസാലു ഇലൽ മത്ലൂബ്. ഇവിടെ നിന്നും കോഴിക്കോട് ടൗണിലേക്ക് പോകാനുള്ള വഴി എന്താണ് എന്നൊരാളോട് ചോദിച്ചാൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഇവിടെ നിന്ന് പുറപ്പെട്ട ഇന്ന റോഡിൽ കൂടെ പോയി, ഇന്ന വഴിയിൽ കൂടെ പോയി, എല്ലാം വിശദമായി പറഞ്ഞ് അവസാനം കോഴിക്കോട് പട്ടണത്തിൽ ഇന്ന സ്ഥലത്തെത്തും എന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുകയല്ലാതെ കൂടെ നടന്ന് അവിടെ വരെ കൊണ്ടുപോയി എത്തിക്കുക. ആ അർത്ഥവും ഹിദായത്തിനുണ്ട്, ഇറാഅത്തു തരീഖ്. എന്നാൽ ഹിദായത്ത് എന്നുള്ള ലഫ്ള്, വാചകം അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇറാഅത്തു തരീഖ് എന്നല്ല. അത് മാത്രമല്ല, ഈസാലു ഇലൽ മത്ലൂബ് എന്ന് പറയും. അവൻ പോയി എത്തേണ്ട സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ടുപോയി എത്തിക്കുക. അവൻ പോയി എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇടയിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുമോ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമോ, ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യിപ്പിച്ച് താൻ പോയി എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സഹായമുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നും ഹിദായത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് തന്റെ അറിവിനെയും തന്റെ ബുദ്ധിയെയും തന്റെ കഴിവിനെയും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയീൻ, നബിതങ്ങളുടെ മുമ്പിൽ അടിയറ വയ്ക്കണം. അള്ളാഹു എന്തെങ്കിലും പറഞ്ഞു എന്ന് കണ്ടാൽ അതിനെ മുറുക്കി പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ വഴിയെ നിങ്ങൾ പിൻപറ്റുകയും അലൈക്കും അൽസിമു, ഒരിക്കലും വിടരുത്. കുറച്ചു നേരം പിടിച്ചു, അല്ലെങ്കിൽ ചിലതിൽ പിടിച്ചു, ബാക്കി ചിലതിൽ നബി തങ്ങളുടെ വഴിയെ വിട്ടു. അങ്ങനെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. ഈമാനുള്ളവരെ, അല്ലാഹു അക്ബർ. എന്താണ് അല്ലാഹു ഈമാനുള്ളവരെ എന്ന് പറയുന്നതിന്റെ അർത്ഥം? സഹോദരന്മാരെ, അല്ലാഹു പറഞ്ഞത് ഹക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഹക്കാണ്, യാതൊരു സംശയവുമില്ല എന്നുള്ള ആ അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസമുള്ളവർക്ക് അല്ലാഹു തആല വഴി കാണിച്ചു കൊടുക്കും, സഹായിക്കും, അവരെത്തേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ, നമ്മളെല്ലാം നബി തങ്ങളുടെ കാലശേഷം ജീവിച്ചിരിക്കുന്നവർ ധാരാളം ഭിന്നമായ വഴികളെ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ നേരായ വഴിയിൽ പല ശാഖോപശാഖകളുമെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു ശാഖകളിലേക്കും പോകരുത്. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ. എന്റെ വഴിയെ പിൻപറ്റണം, അതിന്റെ ഇരുവശങ്ങളിലുമുള്ള ബ്രാഞ്ചിലെയും ശാഖകളിലേക്ക് നിങ്ങൾ പോകരുത്. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു വര വരച്ചു, നേരെയുള്ള വര. ഖത്ത അൻ യമീനിഹി വശിമാലിഹി ഖുതൂത. നബി തങ്ങൾ ആദ്യം വരച്ച ആ നേരായ വഴിയുടെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും എല്ലാം ചെറിയ ചെറിയ ബ്രാഞ്ച് ലൈനുകൾ വരച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഈ നേരെയുള്ള മധ്യത്തിൽ കൂടിയുള്ള വഴി എന്റെ വഴിയാണ്. ഇതിന്റെ ഇരുവശങ്ങളിലും കാണുന്ന വഴികളെല്ലാം ശൈത്താൻ വരച്ചിരിക്കുന്ന വഴികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കണം, കേട്ടാൽ മാത്രം പോരാ. ഹിദായത്തിന്റെ മെയിൻ വഴിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു തന്ന വഴിയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ധാരാളം ചെറിയ വരകളും വരയ്ക്കും, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ അത് കുറെ ദൂരം പോകുമ്പോൾ നിന്ന് പോകും, തീർന്നു പോകും, മുൻകത്തി ആയിപ്പോവും, മുത്തസിലല്ല. സഹോദരന്മാരെ, ഞാൻ വേറെ കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. മുറിഞ്ഞ ആ വഴികളിൽ പോകുന്നവൻ അവന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് വഴി തീർന്നു പോകും, പിന്നെ എങ്ങോട്ടാ പോകണ്ടെന്നറിയാൻ പാടില്ല. അതുകൊണ്ട് നേരായ ഇന്നഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു, എന്റെ ഈ വഴിയെ നിങ്ങൾ നേരെ പോകുന്ന വഴിയെ പിൻപറ്റി കൊണ്ടുപോകണം. ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ഇരുവശങ്ങളിലും ധാരാളം ചെറിയ ചെറിയ വഴികളുണ്ടാവും. അങ്ങനത്തെ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആര് പാടുപെട്ട വല്ലദീന ജാഹദൂ ഫീന, എന്റെ തൃപ്തിയിലും എന്റെ പൊരുത്തത്തിലും എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പാടുപെട്ട് പരിശ്രമിക്കുന്നവരാരാണോ? സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, വിശദീകരിക്കാനുള്ള സമയമില്ല. ഇൽമു പഠിച്ചതുണ്ടായില്ല. അന്നാസു കുല്ലുഹും ഹൽക ഇല്ലൽ ആലിമൂൻ വൽ ആലിമൂന കുല്ലുഹും ഹൽക ഇല്ലൽ ആമിലൂൻ വൽ ആമിലൂന കുല്ലുഹും ഹൽക ഇല്ലൽ മുഖ്ലിസൂൻ വൽ മുഖ്ലിസൂന അലാ ഖത്തറിൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമു പഠിക്കാത്തവരെല്ലാം നാശത്തിലാണ്. അന്നാസു കുല്ലുഹും ഹൽക ഇല്ലൽ ആലിമൂൻ, അല്ലാഹുവിൽ നിന്നുള്ള ഇൽമ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഇൽമ്, അത് ശരിയായ രൂപത്തിൽ പഠിക്കണം. അത് ശരിയായി പഠിച്ച് മനസ്സിലാക്കിയവരിൽ നിന്നും പഠിക്കണം. സഹോദരന്മാരെ, ശരിയായ ആളിൽ നിന്നും പഠിക്കാൻ സാധിക്കാതെ പോയാലും അപകടമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ആ വഴിയിൽ തന്നെ പോകണം. ഇടയിൽ ധാരാളം ആളുകളുണ്ട്. ഈ വലിയ വലിയ പഴയകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയും, മലഞ്ചരക്കുകളും കയറ്റിക്കൊണ്ട് ആലപ്പുഴയ്ക്ക് പോകും. കോട്ടയത്തും അന്ന് ബോട്ടാണ് ആലപ്പുഴയ്ക്ക്. ആ ബോട്ട് ആലപ്പുഴ അടുക്കാറാകുമ്പോൾ ചെറിയ വള്ളങ്ങളിൽ കയറി ഒന്ന് രണ്ട് ആളുകൾ പലരും വരും. നിങ്ങളുടെ ചരക്ക് എന്റെ മുതലാളിയുടെ, ഞാൻ ഏത് കടയുടെ ഏജന്റാണോ അവിടെ കൊണ്ടുവരും, എന്റെ കൂടെ വരും, നല്ല വില കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആകർഷിക്കും, കൊണ്ടുപോകാൻ ശ്രമിക്കും. അവൻ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പോയാൽ അവൻ ലാഭം ശരിയായ നിലക്കൂടി ലാഭം നേടിയെടുക്കാൻ സാധിക്കില്ല. അവരെല്ലാം വഞ്ചകന്മാരാണ്. അവരെല്ലാം യഥാർത്ഥ സത്യസന്ധന്മാരായ കച്ചവടക്കാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നവരല്ല, കബളിപ്പിക്കുന്നവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നവരാണ്.
അവരുടെ ബാഹ്യമായ വേഷത്തിലും രൂപത്തിലും എല്ലാം വലിയ ആകർഷണീയതകൾ കാണും. അതിലൊന്നും നിങ്ങൾ കുടുങ്ങരുത്. നിങ്ങൾ യഥാർത്ഥ സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള നിങ്ങളുടെ ഗുണകാംക്ഷിയായ വ്യാപാരിയുടെ അടുക്കൽ പോകണം. അയാളെ കൊണ്ടുപോയി ചരക്കേൽപ്പിച്ചാൽ ന്യായമായ വില തരും, നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല എന്ന് പറഞ്ഞ പോലെ വഴി കാണിക്കാൻ വന്നത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങളുടെ പുറകെ പോകണം. ഖിയാമത്ത് നാൾ വരെ ഖാത്തിമുൻ നബിയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരും ഇതെല്ലാം അറിഞ്ഞവനാണ് അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കതെല്ലാം അല്ലാഹു തആല ഭംഗിയായിട്ട് പൂർണ്ണമായിട്ട് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ തന്നെയുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാ ഫിത്നകളും ആ ഫിത്നയുടെ കാരണങ്ങളും അതിന്റെ മുമ്പിലുള്ള നേതാക്കന്മാരും ഇവരെല്ലാം എനിക്ക് കാണിച്ചു തരപ്പെട്ടു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളിൽ തന്നെ വഴിതിരിഞ്ഞു പോയ ഒരു വിഭാഗവും സത്യത്തിൽ അടിയുറച്ചു നിന്ന ഹക്കിന്റെ അഹലുകാരുമായിട്ട് ഒരു പോരാട്ടം ഉണ്ടായി. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. അവസാനം വിജയം കിട്ടി. അലി റളിയല്ലാഹു അൻഹുവിന് വിജയം കിട്ടി. അവരായിരുന്നു അന്നത്തെ ഹക്കായ മുസ്ലിമീങ്ങളുടെ നേതാവ്. യുദ്ധം അവസാനിച്ച ഉടനെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നും അലി റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റുമുട്ടിയ കൂട്ടക്കാരിൽ നിന്നും ഒരാളുടെ ജനാസായെ ചെവി പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് വന്നു അലി റളിയല്ലാഹു അൻഹു. ആളുകളുടെ മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒരു കുഴപ്പക്കാരനുണ്ടാകും ഈ സമൂഹത്തിൽ ബലഹീനന്മാരെ, ഹൃദയത്തിന്റെ അകത്ത് കറുപ്പ് കയറിയവരെ, ഭൗതികമായ ലക്ഷ്യങ്ങളുടെ പുറകെ പോയി കളഞ്ഞവരെ വഴികെടുത്തിക്കൊണ്ടുപോകും ആ നേതാവ്. അവന്റെ അടയാളങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. ഇതാ നോക്കിക്കോളാൻ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹോദരന്മാരെ, അതുകൊണ്ട് നേരായ വഴിയിൽ പോകുന്ന നമുക്ക് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വാദ ചെയ്യുന്നുണ്ട്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. തീർച്ചയായിട്ടും നമ്മൾ ലനൻസുറു തീർച്ചയായിട്ടും സഹായിക്കും റുസുലനാ നമ്മുടെ പ്രവാചകന്മാരെ, വല്ലദീന ആമനു യഥാർത്ഥമായി അള്ളാഹുവിലും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിച്ചവരെയും നമ്മൾ സഹായിക്കും. സഹോദരന്മാരെ, നാം ഇവിടെ മനസ്സിലാക്കാറുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു, നമ്മളുടെ പ്രവാചകന്മാർക്ക് നാം സഹായം നൽകും. വല്ലദീന ആമനു, യാതൊരു സംശയവും കൂടാതെ അള്ളാഹുവിലും അവന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും സത്യമായി ഹക്കായി വിശ്വസിച്ചവർക്ക് നമ്മുടെ സഹായമുണ്ട്. സഹോദരന്മാരെ, കടലിൽ യാത്ര ചെയ്യുന്ന കപ്പലുകൾ തിരമാലകളിൽ കുടുങ്ങും. ഈ സംസാരിച്ച് ഒച്ച ഉണ്ടാക്കുന്നവരൊന്ന് ദയവ് ചെയ്യണം. എന്തെങ്കിലും സംസാരിച്ചാലും പതുക്കെ സംസാരിക്കും, അത്യാവശ്യമാണെങ്കിൽ. ഇല്ലെങ്കിൽ സംസാരിക്കല്ലേ. ഈ മജ്‌ലിസിൽ ഇരിക്കുന്നത് കേൾക്കാനാണ്, സംസാരിക്കാനല്ല. ദയവ് ചെയ്ത് സംസാരം നിർത്തി. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് തരട്ടെ. നമ്മളിവിടെ വന്നതിന് ശേഷം ശൈത്താൻ നമ്മുടെ പുറകെ കൂടും. അവൻ എപ്പോഴും ഉണ്ട്. അവൻ നമ്മളെ വിട്ടുപിരിയല. നമ്മുടെ റൂഹ് ഈമാനോടുകൂടി പിരിയുന്നത് വരെ നമ്മൾ വഴികെടുത്താൻ നോക്കും. അവന്റെ വഴികെടുത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വശീകൃതരായിപ്പോവും. അതുകൊണ്ട് ഇവിടം വരെ കഷ്ടപ്പെട്ട് വണ്ടിയിൽ കയറി രാത്രി ഉറക്കൊഴിഞ്ഞ് വന്ന സഹോദരന്മാർ അവരുടെ ഈ വരവ് പൂർണ്ണമായും പ്രയോജനകരമാക്കണം, പൂർണ്ണമായും ഫലപ്രദമാക്കണം. മജ്‌ലിസിൽ കൂടി ഒന്ന് ഒച്ചയിട്ട് സംസാരിച്ച് ഏതൊരു മജ്‌ലിസാണ്, എന്ത് മജ്‌ലിസാണ്, ഇവിടെ എന്താണ് പറയുന്നത് എന്നുള്ള ബോധമില്ലാതെ നമ്മൾ ചന്തയിൽ സംസാരിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നവരെ ഇയാൾക്കും ഹഷ്യാത്തിൽ അസ്വാഖ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാഹുവിന്റെ ഭയം കൊണ്ട് നിശബ്ദരായിരിക്കും, ശ്രദ്ധയോടുകൂടിയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, എല്ലാ കാര്യത്തിലുമുണ്ട് നേരായ വഴി, വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. അതുപോലെ പല തന്ത്രങ്ങളിൽ കൂടിയും വശീകരിച്ച് വഴികേടിലേക്ക്, പരാജയത്തിലേക്ക്, നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുണ്ട്. ആ വഴിയിലെല്ലാം വഴികെടുത്തുന്ന ആളുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം ഒരു വരവരച്ചു. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുസ്തഖീമ ഖത്ത യമീനിഹി വശിമാലിഹി ഖുതൂത, നേരായ വഴി വരച്ചു. എന്നിട്ട് അതിന്റെ സൈഡിൽ വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, എന്റെ വഴിയാണിത്, നേരെയുള്ള വഴി. സൈഡിൽ കൂടി പോകുന്ന വഴിയെല്ലാം എന്റെ വഴിയല്ല. നേരായ വഴിയിൽ നടക്കുന്നവരെ അവരിലുള്ള എന്തെങ്കിലും ബലഹീനതകൾ, ആ ബലഹീനതകളെ ഉപയോഗപ്പെടുത്തി വഴി തെറ്റിച്ചു കൊണ്ടുപോകും. അതിനാളുകളുണ്ട്.
ഓരോ തെറ്റായ വഴിയിലും ആളുകൾപ്പെട്ടെന്നവൻ സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയാൽ അവൻ പിന്നെ എന്റെ വഴിയിൽ വന്നു ചേരുകയില്ല, അവൻ ആ വഴിക്ക് പൊക്കളയും. കൂടുതൽ പറയാൻ നേരെയില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരട്ടെ. നമ്മുടെ തബ്ലീഗിലെ ഒരു നല്ല പ്രവർത്തകരുണ്ടായിരുന്നു, യൂസുഫ് പാലൻപുരി എന്ന അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ ഇവിടെ ധാരാളം വന്നിട്ടുണ്ട്. ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ സമ്മേളനത്തിലും അള്ളാഹു അനുഗ്രഹിച്ച് അദ്ദേഹം വന്നേനെ. അത്രത്തോളം കേരളത്തിനോട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. സമ്മേളനത്തിന്റെ ആരംഭത്തിൽ പറയും, ഈ സമ്മേളനത്തിൽ എങ്ങനെ പങ്കുകൊള്ളണം? നമസ്കാരത്തിൽ പങ്കുകൊള്ളുന്നവന്. നമസ്കാരത്തിൽ കൈകെട്ടിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. നമസ്കാരത്തിൽ ഓരോ സമയത്ത് എന്താണോ ഓടുന്നത് അതല്ലാതെ പറയാൻ പാടില്ല എന്നതുപോലെ ഈ സമ്മേളനത്തിൽ വന്നാൽ നമസ്കാരം പോലെ കഴിഞ്ഞു വിടണം നമ്മൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് തരുമാറാകട്ടെ. വഴിതെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് സഹോദരന്മാർ മനസ്സിലാക്കണം. ഇൽമുണ്ട്, അറിവുണ്ട്, നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും ധാരാളമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും വഴിതെറ്റി പോകുന്നത് എങ്ങനെയാണ് സഹോദരന്മാരെ? ദുന്യാവിന്റെ മഹബത്ത് മനുഷ്യനെ വഴിതെറ്റിക്കും. ദുന്യാവെന്ന് പറഞ്ഞാൽ എന്താ? പണം, അത് ദുന്യാവിന്റെ ഒരു പ്രധാന ഭാഗമാണ്. രണ്ടാമത് ആഡംബരവും അലങ്കാരവും. നബിതങ്ങളുടെ സുന്നത്തറിയാം, നല്ല ആലിമീങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെഴുതിയ കിതാബുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ആഡംബര മോഹം നബിതങ്ങളുടെ സുന്നത്തിനെ ഉപേക്ഷിക്കാൻ അവനെ പ്രേരിപ്പിക്കും. നബിതങ്ങളുടെ സുന്നത്താണെന്നറിയാം, പറഞ്ഞാൽ സമ്മതിക്കുകയും ചെയ്യും. അതൊക്കെ ഇന്നത്തെ കാലമല്ലേ, ഇപ്പോൾ അങ്ങനെയൊക്കെ നടന്നാൽ പറ്റുമോ എന്നൊക്കെ പറയും. ഞാൻ വേറെ ഉദാഹരണങ്ങളും അതും പറഞ്ഞ് നമ്മുടെ വിഷയത്തിന്റെ മെയിൻ റൂട്ടിൽ നിന്നും മാറുന്നില്ല. ആവശ്യമുള്ളത് മാത്രം കഴിയുന്നിടത്തോളം ചുരുക്കി പറയുന്ന മജ്ലിസാണ്. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും നേരായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ജീവിക്കുന്നിടത്തോളം കാലം നേരായ വഴിയിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെ നേരായ വഴിയിലേക്ക് പ്രേരിപ്പിക്കുന്നവരായി അല്ലാഹു തആല നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു മദ്രസയിലൊക്കെ വലിയ ആരും അദ്ദേഹം പോയി കല്യാണമൊക്കെ കഴിച്ചു. ഒരു ദിവസം റോഡിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയുടെ അടുത്ത് കണ്ടാൽ ഒറ്റനോട്ടത്തിൽ മുസ്ലിമാണെന്ന് തോന്നുകയില്ല. അവരുടെ സാരിയും ആ സാരിയുടെ അവരുടെ സാരി ധരിച്ചിരിക്കുന്ന രീതിയും ശരീരം തുറന്ന് നിൽക്കുന്ന രീതിയെല്ലാം കണ്ടാൽ മുസ്ലിമാണെന്ന് ഒട്ടും മനസ്സിലാകില്ല. ഞാനോർത്ത് ഏതോ ഒരു വാസ്തവത്തിൽ ഏതോ ഒരു കാഫറായ പെണ്ണാന്ന് നോക്കി. അതിന്റെ അടുത്തൊരാൾ നിൽക്കുന്നു. നോക്കിയപ്പോൾ നമ്മുടെ അറിവിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലോ എല്ലാം ദീനിന്റെ ഇൽമ് പഠിച്ച് സനദ് വാങ്ങിയ ഒരു മൗലവിയാണ്. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അല്ലാഹു തആല ദേഷ്യത്തിൽ എപ്പോഴും കാക്കട്ടെ. ഊത്തിയ ഹൈറൻ കസീറ. മയം വേണമെന്നാണ്, കടുപ്പം പാടില്ല. അത് ചിലപ്പോൾ മനുഷ്യനല്ലേ. ഞാൻ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മദ്രസയിൽ ഓതിയ ആളെ വിളിച്ചു, എന്താപ്പാ നിന്റെ ഭാര്യനെ ഈ നിലയിൽ കൊണ്ടുനടക്കുന്നത്? വേറൊന്നും പറഞ്ഞില്ല, ഇന്നത്തെ കാലമല്ലേ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, കാലവും കോലവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിക്ക് കീഴ്പ്പെടണം, അല്ലാത്തവർക്ക് രക്ഷയില്ലാന്നോ. കാലത്തിന്റെ വഴിയെ പോകാൻ എവിടെ പോകുമെന്ന് അറിയാൻ പാടില്ല. അതാ നദ്രി ഫി അയ്യി വാദിൻ ഹലക്, ഏത് തെറ്റായ വഴിയിൽ പടുകുഴിയിൽ ചെന്ന് വീണ് ചാവുമെന്ന് അറിഞ്ഞുവിടാന്ന് പറഞ്ഞു. അല്ലാഹ് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോയി സംഭവം. അപ്പൊ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു മനുഷ്യനെ വഴികെടുത്തുന്നത് ആഡംബര മോഹമാണ്. ആഡംബര മോഹം, അതിൽ മനുഷ്യൻ വഴിയൊഴിച്ചു പോകും. കൂടുതൽ സംഭവമൊന്നും പറയുന്നില്ല സഹോദരന്മാരെ, തബ്ലീഗിന്റെ മജ്ലിസാണ്, ഇവിടെ സൂക്ഷിച്ച് സംസാരിക്കാറുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഒരു തൗഫീഖ് തരുമാറാകട്ടെ. ആഡംബര മോഹം ഇൽമുള്ളതിനോടുകൂടി, ആലിമീങ്ങളുടെ ബന്ധവും സഹവാസവും ഉള്ളതിനോടുകൂടി ആഡംബര മോഹം മനുഷ്യരെ വഴികെടുത്തി കളയും. ആദ്യം വഴി തെറ്റും, രണ്ടാമതോ ആ തെറ്റായ വഴി നല്ലതാണെന്ന് പറയാൻ തുടങ്ങും. ഹക്കിനെ മറന്നിട്ട് ബാത്തിലിനെ അംഗീകരിക്കും, ബാത്തിലിന്റെ ദാഇയായി പോകും. നമ്മളുടെ ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി വനവ്വറല്ലാഹു ബർഖതഹു വറഫഅല്ലാഹു ദറജാതഹു അദ്ദേഹം പറയുകയുണ്ടായി, ഹക്കിനെ പറയും, ഹക്കിലേക്ക് ആളുകളെ വിളിക്കും. നിങ്ങൾ ഹക്കിനെ പറഞ്ഞുകൊണ്ട് ഹക്കിലേക്ക് ആളുകളെ